പ്രിയപ്പെട്ട വർഷ ആരാധകരെ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ബിക്കോസ് എവറി എപ്പിസോഡ് ഇസ് സ്പെഷ്യൽ ആൻഡ് ലൈഫ് ഇസ് സ്പെഷ്യൽ. അതുകൊണ്ടല്ല, വി ഹാവ് എ ഗസ്റ്റ്. ആൻഡ് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗസ്റ്റ് 162 സെന്റിമീറ്റർ ഹൈറ്റ്, 59 കിലോഗ്രാം വെയിറ്റ്. ഷീ ഈസ് 23 years old. She has a left eye power of 0.25. I know. She is an ovo-vegetarian and she was born on Payyanur, and she is an atheist. She is a holistic health coach and nutritionist, and her blood group is O positive apparently, and a huge Lalaton fan. Nammade ellarde sondam Humanity. How do you know so much about me? Okay. Yeah. Hi guys. I'm so honored to be part of this hitchhiking with Varsha Vijayan and Aryan Oh my Prabhakaran. God. എടുത്തോ, കുഴപ്പമില്ല. ക്യാമറ താഴെ വരെയും പിടിച്ചേക്കുന്നു. Yes. Edit ചെയ്യോ നിങ്ങൾ? Edit ചെയ്യും. പക്ഷേ ഇതൊക്കെ ഫൈനൽ കട്ട് ചിലപ്പോൾ വരും. Now you can talk to Varsha about Hi Varsha. Hi. Hi Varsha Vijayan fans. Oh my God. Hi Aryan Prabhakaran fans. Prabhakaran alle. Yeah. Yes. So glad to sit behind and be part of this program, the series. യൂഷ്വലി ഇത് വേ ദിസ് തിങ് ഗോസ് എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാണ്ട് റാൻഡം ടോപ്പിക്സിനെ കുറിച്ച് വെറുതെ സംസാരിക്കാറാണ് പതിവ്. Yes. എന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന ഈ രണ്ട് അമേസിംഗ് വുമൻ, ദേ ഹാവ് സോ മച്ച് ഇൻ കോമൺ. ഡിഡ് യു ഗൈസ് നോ ദാറ്റ് നിങ്ങൾ രണ്ടുപേരാണ് എനിക്ക് പരിചയമുള്ള ആകെയുള്ള വെജിറ്റേറിയൻസ് പേഴ്സണലി എനിക്കറിയാവുന്ന. Oh. രണ്ടുപേരും വലിയ മോഹൻലാൽ I'm ഫാൻസ് ആണ്. vegetarian by choice. Are you? Same by Wow. choice. എത്ര ആള് നിർത്തി? അല്ല, എത്ര ആള് കഴിച്ചു? 1.5 years ആയേ ഉള്ളൂ വെജിറ്റേറിയൻ ആയിട്ട്. Second point? സെക്കൻഡ് പോയിന്റ്, ഹ്യൂജ് ലാലേട്ടൻ ഫാൻ. Correct. ഓൾസോ രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ റീസെന്റ്, ഐ മീൻ കോളേജ് കാലത്ത് ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പൊ ഇരിക്കുന്നത്. എന്റെ ടെക്സ്ചർ മാറി, ലുക്കും എല്ലാം. Oh, you didn't embrace curly hair. I didn't. Good. I didn't too, but then I did. But then I realized I wasn't doing it nicely, so I did a treatment. Nice. Okay. Right. വേറെ ഉണ്ടായിരുന്നു, വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും ഒറിജിനലി തിരുവനന്തപുരത്തുകാരല്ല, ഐ മീൻ ബോൺ തിരുവനന്തപുരത്തല്ല, ബട്ട് സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം. I was born in Sharjah. Oh, okay. Yeah. പുറത്തെ കുട്ടിയാ. അതെ, പുറത്തെ കുട്ടിയാണ്. അതെനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. പുറത്തെ കുട്ടിയാണ്. Doesn't matter. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ആൾക്കാർ അറിയാം. Wow. അങ്ങനെ അറിയാം. Yeah. My dad's from here. Mom's family കോഴിക്കോട്, തൃശ്ശൂർ ആ ഭാഗമാണ്. പക്ഷെ അമ്മ ജനിച്ചത് ചെന്നൈയാണ്. Okay. നാലെണ്ണം സിമിലാരിറ്റി. ഇനി എന്തുണ്ട്? ഈ പറഞ്ഞ പിന്നെ authentic YouTubers. യെസ്, യൂട്യൂബേഴ്സ് obviously. ഇതോടുകൂടി ഈ പരിപാടിയോടുകൂടി ഇത് ഹിറ്റ് ആവുകയാണ്. No, I mean truth bombs. ആൾക്കാരെ കേൾക്കണമല്ലോ അതൊക്കെ. ഓൾസോ ലൈക്ക് ഒപ്പീനിയൻസിലൊക്കെ മിക്കവാറൊക്കെ ചിന്താഗതിയിലൊക്കെ സിമിലാരിറ്റിയാണ്. Yeah. We talk about similar topics. Yes, we do. Wow. I know, I've done my We research. have Mukuti. Or stop. Yes, you have. No, this is Graham Norton, okay? Oh, I had to go. Sorry. And you recently learned to drive, alle? Like you started driving. No, I've been driving for 5 years. Okay, cut that. Yes, how's your learning driving experience? Good. Now I വീട്ടിന്ന് തരും. Okay. വീട്ടിൽ നിന്ന് എന്ത് തരും? വണ്ടി വരും. അപ്പൊ അങ്ങനെ. And എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ വാങ്ങിച്ചു തന്നു. Which Oh, people nice. think എന്റെ ബ്രദറിന് സ്ത്രീധനം കിട്ടിയ വണ്ടിയാന്ന്. That is so horrible. Yeah, that's wrong. That's Like വഴിയിൽ പോകുന്ന മാമിയൊക്കെ ചോദിച്ചു, ഓ സ്ത്രീധനം കിട്ടിയ കാറായിരിക്കും. Did they use the word? Yeah. They really did. അവിടെയൊക്കെ ആണെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കുമല്ലേ, അത്ര they don't use the word because it's സംഗതി tab. One thing I've noticed is ഏറ്റവും കൂടുതൽ it's in ട്രിവാൻഡ്രത്താണ് ഈ സ്ത്രീധനം കൾച്ചർ is like horrible. And they don't mind using the word സ്ത്രീധനം. explicit ആയിട്ട്, like asking തന്നോ ഇല്ലേ എന്നൊക്കെ. CCD ഇല്ലാത്തത് ഭയങ്കര കഷ്ടമാണ്. അയ്യോ, സത്യം. It's very, very. See, you guys loved CCD. I did. Even though But I can't have dairy. You I'm hate lactose food. intolerant. ഇവിടെ Mumti doesn't particularly enjoy the food there. She likes the place. ambience. ചെറുക്കൻ ഒറ്റയ്ക്കാക്കിട്ട് പോയതാണ്. ഇല്ല, ഫ്രണ്ടിൽ അമ്മയോ ആരോ, I don't know. Okay. ഒരു മുതിർന്ന സ്ത്രീ ഉണ്ട്. Yeah, okay. This is exactly turning out to be like Graham Norton. You know what I like? She's very comfortable here. I'm comfortable. Look at how I'm sitting. I know, right? Okay. ചോദ്യം രണ്ടുപേരെല്ലാവർക്കും ആണെങ്കിലും പറയാം. Okay, imagine you are stranded in an island. Okay, and you are allowed to take 3 movies. I know. Okay. No, I'm not answering that. Yeah, I know. Okay, you are allowed to take 3 movies with you. Okay.
ലാലേട്ടൻ മൂവീസ് മാത്രം. Okay. And you are going to be stuck there infinitely. ജീവിതാവസാനം മുഴുവൻ അവിടെ ആണ്. And this movie you have to watch like വീണ്ടും 3 movies, വേറൊരു ചോയ്സ് ഇല്ല. So like which 3 movies would you pick? You first. പെട്ടെന്ന് ഞാൻ സ്പോട്ട്ലൈറ്റ് ഇടല്ലേ, കൺഫ്യൂഷൻ ആയി. Then can I? തൂവാന തുമ്പികൾ വാനപ്രസ്ഥം. Are you sure you can watch വാനപ്രസ്ഥം I over can. and over and okay? I can watch it. I don't know how many times you want me to watch. I can watch that movie. Okay. I don't know. I just എനിക്ക് ദേവദൂതൻ. മോഹൻലാൽ മൂവീസ്. 3 movies. Actually, there are a lot of other movies also that I would watch. for sure. ഒരെണ്ണം കൂടെ പറഞ്ഞു പാവല്ലേ. യോധ maybe. ചിരിക്കാനും Yeah. ചുമ്മാ കാണാൻ വേണ്ടിട്ട്. യോധയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യപ്പെട്ടിട്ടുള്ള മൂവി. ഇപ്പൊ ഒന്നായിരിക്കും യോധയും മേലെ പറഞ്ഞു മണിച്ചിത്രത്താഴ്. Although there are a few problematic stuff in it, but മണിച്ചിത്രത്താഴ്. പ്രോബ്ലമാറ്റിക്സ്. Yeah, like how he sees Nagavali and it's like എന്ത് റെസ്പെക്ട് എൻ്റെ അമ്മച്ചി. ആ കാരണവരെ ഞാൻ കുറ്റം കുറ്റം പറയില്ല. പറയില്ല. Yeah. And the whole idea of Portraying mental health, about how he's like imposing it on someone who doesn't have Okay. any plus issues. general portrayal of the disorder. Yeah. All that is a problem. But it's a classic. Yeah, definitely തൂവാനം തുമ്പികൾ is there. Can I talk about the 3 movies that I wouldn't take? Okay, please. Better. Chinatown. Okay. We We were were just just talking talking about about- Chinatown. Oh my god. Okay, another Makeup. Horrible. Oof. Casanova? Casanova. Ladies and gentlemen, college കുമാരൻ. TV യിൽ I was watching College കുമാരൻ. And കുറച്ച് കഴിഞ്ഞ് പൊണ്ടാര ഓഫ് ചെയ്തു. I shouldn't say the word M അല്ലേ. And then I was like, oh, I miss College കുമാരൻ. You can say it. We can mute it. You can say the M word. It's fine. Yeah. വേണ്ട, എന്നാലും എൻ്റെ ഒരു On the spot. Do you know those people? Is that what you were saying? no. No. I said if I use the M word. Oh, അങ്ങനെ. I think they stays at Artec. Artecന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ. Yeah. Yeah, അപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് മൂവീസ് ഒന്നും ഓർമ്മ വരുന്നില്ല. തന്മാത്ര. Okay. Yeah. Can you watch them? Any movie that makes me cry, I can watch. Okay. No, I can't watch Tanmatra. I can't watch Brahmaram. I can't watch Pranayam. Oh my I saw God, this once Brahmaram. in theater and done. ഭ്രമരൊന്നും കാണാൻ പറ്റില്ല. ഭ്രമരൊക്കെ ഒരു ശനിയാഴ്ച ദിവസം നല്ല ചൂടുള്ള കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇരുന്ന് കാണണം. സീരിയസ്ലി ഒരു ശനിയാഴ്ച നല്ല ചൂടുള്ള ഒരു ശനിയാഴ്ച കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് 2 മണിക്ക് ഒന്നും ഭ്രമരം കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റാന്താവും. ഞാൻ ഒരിക്കൽ കണ്ടുള്ളൂ. ആ 3 സിനിമ I saw once and then I didn't watch it again. One movie that really disturbed me recently was the movie with oh my god, I have some sort of memory issues that I've been noticing for the past 1 month. Shane Nigam and Love? Ishq. Ishq. I didn't like Ishq. So I went to the theater കാണാൻ വേണ്ടിയിട്ട് and it was so it felt like the director wanted to Be a feminist? disturb us intentionally. ആ ഒരു സസ്പെൻസ് വെച്ച്. I didn't like Ishq. And I got an attack and we left the theater. It was so bad for me. Just the whole ആ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് അവളെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു Yeah. the first half was Yeah. so Yeah. bad and I heard the second half is even worse Yeah, right. where he's trying to മൊത്തം get കണ്ടില്ല? back. ഇല്ല, I haven't watched the movie after that. Okay. I felt that for ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. Even I didn't watch it. My dad left the theater. He's like, I can't deal with this. My mom was pretty sad because she's ഒരു അമ്മ has cancer and she was like, oh my god. ഞാൻ ഉറങ്ങി. I couldn't watch that movie beyond a point. Yeah, Movies can do that to you. There is good chance ഈ വീഡിയോയുടെ താഴെ ഏതെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാർ വന്നിട്ട് ഈ പെണ്ണുങ്ങളിൽ നിന്ന് എന്തോന്നാണ് പറയുന്നത് എന്നുള്ളത്. ബിക്കോസ് യു ഗൈസ് ഹാവ് ലൈക്ക് സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ലാലേട്ടൻ ആൻഡ് പ്രോബ്ലി എ ഫ്യൂ മൂവീസ് ദേ ലൈക്ക്. കിട്ടിയിട്ടുണ്ടോ ഈ ഓൺലൈൻ തെറി കിട്ടിയിട്ടുണ്ടോ? Yeah. Okay, how do you deal with that? Initially very very difficult to deal with it. Especially being a woman. Yeah. You feel like, oh, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടാണോ ഇനി ഇവര് പറയുന്നത്. But then eventually you learn to deal with it by ignoring it. True. Like unless it hits you personally, you just decide to listen. Have you ever? Not the have you തെറി Yeah, വിളിക്കില്ല anyone. like Have you been at the receiving end?
Especially since you talk കുറച്ച് vocal ആയിട്ട് For about the content female to make issues and- and things like that. നോട്ട് വെരി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇപ്പം വർഷം ഇടുന്ന ഒരു വീഡിയോയുടെ താഴെ ആരെങ്കിലും വന്ന് ഇതേപോലെ പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോയിട്ട് തെറി കിട്ടിയിട്ടുണ്ട്. എന്റെ വീഡിയോയുടെ താഴെ ആയിട്ട് വന്നിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ എന്റെ വീഡിയോയുടെ I wonder Yeah, why. I wonder why too. Do you wonder why? I wonder why. That's like that. Yeah. എനിവേ Yes. ഹൗ വുഡ് യു സേ ലൈക്ക് ഏറ്റവും നോൺ ത്രെറ്റനിങ് ആയിട്ട് ഒരാൾ വന്നിട്ട് ഐ മീൻ സ്ട്രേഞ്ചർ ഒബ്വിയസ്ലി രണ്ടുപേരും പബ്ലിക് ഫിഗേഴ്സ് ആയതുകൊണ്ട് She is. വാട്ട് വുഡ് ബി എ വെരി നോൺ ത്രെറ്റനിങ് വേ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള? Don't. ഓക്കെ Consent and permission. Like, hi. Or if you want to say എന്തെങ്കിലും നല്ലത് പറയാനാണെങ്കിൽ then I don't think it's a problem, you can. Yeah. But or just ask like, is it okay? Is it a good time to talk? പറയാൻ പറ്റില്ല because I've heard stories of celebrities. അവർ എയർപോർട്ടിൽ they might like Selfie എടുക്കാനൊക്കെ. അവരുടെ ഫ്ലൈറ്റ് ഇപ്പൊ മിസ്സാവുന്ന പറഞ്ഞ അവർ ഓടുമ്പോഴായിരിക്കും പിടിച്ചു നിർത്തിയിട്ട് അത് പറയുന്ന വേറെ വല്ലവരുടെ പേരായിരിക്കും. ടോവിനോനെ കണ്ടു someone ഇതിനു മുന്നേ ഷാറുഖ് ഖാനെ കണ്ടിട്ട് വേറെ ആരോ വിളിച്ചു, വേറെ ആരുടെയോ പേര് പറഞ്ഞു. ആൻഡ് ഹി വാസ് ലൈക്ക് അത് തന്നെ സൈൻ ചെയ്ത് കൊടുത്തു അവർ പറഞ്ഞ പേര് because he was almost going to miss his flight. Imagine his flight തിരിച്ചറിയുമ്പോൾ oh Yeah. shit. Exactly. പ്രൊഫഷണലി എങ്ങനെ പോകുന്നു? Okay. Is this a place where I can sell my product? Yes, Please do. please. Okay, so basically, I am a holistic health coach, which is something nobody has heard. So basically, it's just the way we look at health. It's something that addresses all areas of health. To give a small example, if you're looking to reduce weight, you can do all the dieting in the world, but if the stress that you're going through, or if you're stuck in a toxic relationship, you might probably never lose the weight. So unless and until all areas of health, including sleep, stress, environment, food, nutrition, exercise, all of that is addressed, there's not going to be a proper. So that's what I do. So I basically help people, guide people, get or achieve their personal health goals. Okay. And plus I am a nutritionist by profession. I just that. So yeah. And plus my dad is also a health coach, and so my mom is a nutritionist, so we have a clinic at home, so it wasn't very difficult for me to start my profession. I got a kickstart because of my dad. അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് വരുന്നത് ബിക്കോസ് മോം ആൻഡ് ഡാഡ് ഇസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത്. വീട്ടില് ലൈക്ക് ജനറലി നോക്കിക്കഴിഞ്ഞാൽ സംതിങ് ചെറുപ്പത്തിലേ നമ്മൾ ശീലിക്കുന്നത് ലൈക്ക് റിയലി സ്റ്റിക്സ് ടു. സോ ചെറുപ്പം തൊട്ടേ ഐ കം ഫ്രം എ ഫാമിലി വേർ ഹെൽത്തിനെ പറ്റിയുള്ള ജനറൽ വ്യൂ പെർസ്പെക്റ്റീവ് വാസ് വെരി പ്രോ ആക്റ്റീവ്. സോ ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ ടു ഹാവ് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്. പക്ഷെ ഞാൻ MBBS പറഞ്ഞാൽ നടന്നു കിട്ടാതായപ്പോൾ ബട്ട് ദെൻ ഐ ഡെവലപ്പ് പാഷൻ. Okay. So yeah. What do you all do professionally? I did journalism. Okay. Marianisle journalism ചെയ്തു and PG diploma in new media and ACJ. അതെവിടെ ചെയ്തേ? ചെന്നൈയിൽ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം. Oh, okay. When was that? It's a very cute bottle. 2 This years was gifted to me by Guilt is my nation. Oh wow, Chennai 2 years back. Okay. that's really cute. Yeah, it's a really cute bottle. It's so cute. And it's written so I'm guessing she, Oh. which I don't think So she noticed. cute. But Oh, here's for you, Guilt is my nation. Yeah, But that's... yeah. About like what is your designation as such, or do you do anything? I Or you work make as a living? marketing analyst for a startup called Track Solutions and Technology. There I said it. And But she you can loves you do- guys. Yeah. So Irene always says that I did commerce +1 +2 and journalism ചെയ്തു. Clearly I should be like earning something out of it. Yeah. പക്ഷെ ഐ എം നോട്ട്. അത് എന്റെ തെറ്റാണോ കാണുന്നവരുടെ തെറ്റല്ല, കാണുന്നവരുടെ കുഴപ്പമാണെന്ന് അറിയില്ല. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോ കാണൂ, അതെ, വീണ്ടും വീണ്ടും കാണൂ. Ah. Now we have community watching us too. Yes. Community, comment below what you think of this video. Yeah. ആർക്ക് ചെയ്യണം? You don't know what community is? See, community. So basically it's It's brilliant. Ah. Did you come up with these things? Yeah. What do you feel when people keep asking what immunity? Okay, I think I know the answer now. Yeah. The number of times I've answered it, I think I'm going to change my name on Instagram to Umani. Oh my god, don't do I that. shouldn't have done. You shouldn't. You shouldn't. But yeah. Another question I get asked a lot is tattooed idanda.
അണ്ണാ ഞാൻ എത്ര പ്രാവശ്യം പോസ്റ്റ് ഇട്ട്. ഒരിക്കൽ കൂടെ പറ. I don't know. Okay, Why so are you basically feeling? family. Why don't I know it? I know everything. That's ഇത് തന്നെയല്ലേ? ആ. അതെ. സൈഡ് മാറിപ്പോയി ആലോചിച്ചു. സോ ബേസിക്കലി ഇറ്റ്സ് എന്താണ് ബേസിക്കലി പറയുന്നത്? Basically, പീപ്പിൾ yeah. സോ Okay. സോ Now I'm ഇറ്റ്സ് curious. സിമെട്രിക് അത് വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കാം. Okay. സൂര്യനും ചന്ദ്രനും and four dots basically represent 4 members of my family. So this basically means my family is my world, Okay. my universe, Oh. and it balances me. It's nice. Also, you have a tattoo too. Yeah, talk about it. This is my dad's signature. Wow, that's so cute. Yeah. Right. Yeah, I'll read it out loud. Yes. Okay, I should. Please, you Ja, can. It's me. Vijaya. Oh, shit. Why didn't I see it? This is my Vijay dad's Kumar. signature. My dad passed away 2 years ago. Oh shit, I'm So- sorry, I didn't know that. It's like But I so- saw the comment on my. Yeah, I was like, oh shit. the answering Yeah. thing. Yeah. I think I'm very good at masking things and feelings and all And I that. think it's because of our gender. Generally, women are taught to hold it all in, and it's considered some very Yes. good quality. Sahana shakti ulla stree. ഏറ്റവും ദേഷ്യം വരുന്ന ഈ ഇതേപോലുള്ള ഡയലോഗ് ഏതാണ്? Anything that is benevolent sexism. അമ്മയാണ് ദേവിയാണ് മാങ്ങയാണ് Okay. ചക്കയാണ്. Oh my god. വാട്ട് മേക്സ് റിയലി രക്തമൊക്കെ തിളക്കുന്ന ഇതേപോലുള്ള സ്ഥിരം ഡയലോഗ് ഏതാണ്? Recently, എൻ്റെ രക്തം തിളച്ച ഒരു ഇൻസിഡന്റ് പറയാം, but it's very personal. തിരിച്ചു വരും. യൂട്യൂബ് വീഡിയോസ് വൈ നോട്ട് ബീയിങ് റെഗുലർ ഓൺ? I'm so sorry for the sporadic video releasing of my YouTube channel. It's I do basically, don't you dare talk about it. You are so consistent, and I'm I like, know, how right? do you? Fatima was just saying, like, she's so consistent. How does she have so much time? Plus, you answer all the questions. ഞാൻ ഈ question നല്ല എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാനൊരു ക്വസ്റ്റ്യൻ ഇടും, ആസ്ക് മീ, എന്നിട്ട് ഐ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ലൈക്ക് ഓ മൈ ഗോഡ് why did I sign up for this? I don't have the time for this. So basically I am trying to build my health center back at home, and that requires a lot of time and energy, and I'm also doing a course parallelly. I have to take care of everything at home as well, and I don't have the time. Plus my brother shifted to Kochi. Appa shoot ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഒറ്റ ഷൂട്ട് ചെയ്യാൻ അറിയില്ല guys. So if you give me enough watch hours, I can get a team that can shoot things for me. We can. we can help. Oh, പൈസ ഇട്ടാ സമ്മതിക്കില്ല. But yeah, glad to. No, like she needs real people. Okay, so watch her channel. She's really funny. എനിക്ക് തോന്നുന്നുണ്ട് ഈ ചാനൽ വർഷക്കാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട്. എൻ്റെ യൂട്യൂബ് കുറവാണ്, ഇറ്റ്സ് ലൈക്ക് 1.2 സംതിങ്. I have 1.02. So you will. ആഫ്റ്റർ ദിസ് മോളെ Okay. If ഓവർലാപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വർഷയുടെ ചാനൽ മാത്രം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാച്ച്. എൻ്റെ ചാനൽ Subscribe to മാത്രം Vinithi's channel. ഷീസ് റിയലി ഫണി. I'm going to put the link in the description. അത് വേറൊരു സിമിലാരിറ്റിയാണ്. യു ഗൈസ് ആർ റിയലി ഫണി. ഓ മൈ ഗോഡ്, യാ. ഓക്കെ, ഐ ഷുഡ്ന്റ് ബി സേയിങ്. You're funny. But since you're saying I'm funny, then probably we both are funny. Yeah, you guys I'm are. very bad at saying thank you and all that. Thanks. അല്ല, കഴിഞ്ഞ കുറെ നാളുകൾ വരെ ഈ പറഞ്ഞ പോലെ വിമൻ ഇൻ ലൈക്ക് വിമൻ ബീയിങ് ഫണി എന്നുള്ളതൊരു കൽപ്പന ഭയങ്കര മാത്രമായിരുന്നു Yes. ഫണ്ണി. Let's not go there. Let's not go there. Because I've been asked how can you be funny if you're a woman? What is the ഫ്രെയിമിൽ നിൽക്കൂ. How are you funny? ചോദിക്കുന്നത് it's like I'm not programmed to. I have to be programmed to എന്നുള്ള രീതിയിലാണ് പറയുന്നത്. You go watch my videos. ഷീസ് റിയലി ഫണി. രണ്ട് ജോക്ക് പറ. Talk now. Who's there? Hula. Hula hoop. We didn't practice this, guys. We didn't. By the way, I got this joke from Harry Styles. By the way. ഓടിക്കുന്നില്ലേ? ഓടിക്കണം, ഓടിക്കാം. പിന്നെന്താ ഓടി? ചേട്ടൻ മാറ്റത്തില്ലേ? See, I can never leave കവടിയാർ. Yeah. എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും കവടിയാർ is home. കവടിയാർ അടിപൊളിയാണ്. It's a nice place. യെസ്, സാധാരണഗതിയിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ക്യാമറയാണ് വീഴാറ്. ക്യാമറ കൂടെ പോട്ടെ. ക്യാമറ കൂടെ പോട്ടെ. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ. ഓക്കെ, വീലടിക്കുന്നു. Not like that kind. Are you like sunshine person or are you a rain person? Sunshine is okay for taking pictures. But I'm generally more, എനിക്ക് തണുപ്പ് പറ്റൂല. Okay. I'd rather have so much heat than cold. One of them is very hot, the other is very cool.
I can't handle cold because I can't type. Oh. Plus my brain stops working. I don't know what. ഫോണിനോട് അഡിക്ഷൻ ഉണ്ടോ? Are you No, very not attached to your not phone? Initially, when I started getting all the followers, when my account was public, I used to have some sort of an addiction. But now, not really. No, just ജീവിതത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ the addiction goes away. Okay. It happens when you don't have things that you're passionate about, or when you don't really have things to do. അപ്പോഴാണല്ലോ you look for something that can take your brain. Yeah. Yeah. We were actually talking about what is that one thing you hear in your ചോര തിളക്കൽ. Oh, Yeah. yeah. And then we stopped and we were Yeah. talking Oh, about yeah, yeah, yeah. എന്താണ് Basically ഇത് തന്നെ കളർ റിലേറ്റഡ് ഇഷ്യൂസ്, ഫാറ്റ് ഷേമിങ്. ഫാറ്റ് ഷേമിംഗ് കേട്ടിട്ടുണ്ടോ? Yeah. Similarity again. ഞാൻ മറ്റേ when I had the whole scene with my endometriosis, I gained around 10. I don't know what that is. So. Endometriosis is basically there is a proliferation of cells in the uterine walls. So I basically had it in my ovaries. It can happen anywhere, endometriosis. കണ്ണിൽ വരാം. Basically endothelial lining in the. Okay. Okay. And then I had to go on Left to hormone what? pills. Left to what? Oh, ഇങ്ങോട്ട് പോകണം. Indicator. ഞാൻ വഴി അറിഞ്ഞൂടാത്തോണ്ടാണ്. Yeah, എനിക്കത് മനസ്സിലായി. Yes. Okay. Yeah. So, അപ്പോൾ I gained around 10 kgs and എവിടെ പോയാലും അയ്യോ വണ്ണം വെച്ചു മോള്. But a lot of people are actually happy. Oh, Yeah. നന്നായല്ലോ നീ. നന്നായി. Yeah. ബാംഗ്ലൂരിൽ പോയി നന്നായി. ബാംഗ്ലൂർ പോയി നന്നായി നല്ലല്ലോ സാധാരണ ആൾക്കാർ പറയാം. ഫിസിക്കലി നന്നായി, പക്ഷെ ഇൻസ്റ്റാഗ്രാം നോക്കിയ മോളായി വഷളായി. What about you? എന്ത്? എന്തോ ചോര തിളപ്പിക്കുന്ന എന്തെങ്കിലും? വെൽ അഗൈൻ ബീങ് എ ഗായ് ആ പ്രിവിലേജ് എനിക്കുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ സെക്സിസം acknowledging that. സെക്സിസം അങ്ങനെ വലുതായിട്ട് നേരിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ജോലിയൊന്നും ആയില്ലേ ദാറ്റ് കൈൻഡ്. പക്ഷെ അത് ഇതല്ലല്ലോ ജെൻഡർ വൈസ് ഉള്ള ഞാൻ കുറച്ച് ജെൻഡർ വൈസ് ഉള്ള സാധനമാണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ജെൻഡർ ക്യാൻ ആഡ് കുറച്ചും കൂടെ പ്രഷർ. Yeah. ഈ പറഞ്ഞ പോലെ ഇനിയൊരു കുടുംബം നോക്കേണ്ട പ്രായമായി ഇതുകൊണ്ട് സെറ്റിൽ ആവുക എന്നുള്ള. Also, I recently, like, really personally realized how unsafe I felt throughout the trip in Thekadi. Even though I know the place, I've been there. It's all അടുത്തെല്ലാം മലയാളികളാണ്. But Where? still, നേരെ പോട്ടെ നേരെ എന്ന് പറയുമ്പോ സോറി ബംഗഫയുടെ ഫ്രണ്ടിലോട്ട് പോട്ടെ. ഇങ്ങനെ മോളിൽ കയറിയല്ലേ ഇത് പോകേണ്ടത്? ഇതുവഴി പോയി മറ്റേ എന്തോന്നാ സ്ഥലത്തിന്റെ പേര്, മ്യൂസിയത്തിന്റെ അപ്പുറത്തെ സിഗ്നലിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മ്യൂസിയത്തിന്റെ കനകുന്നിന്റെ അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ Yes. മതി. Okay, fine. I'm the one from the village. These guys are from the city. Are you good with direction? No. Okay. I am so bad at navigating. എൻ്റെ അടുത്ത് വഴി പറഞ്ഞാലും തരും. Okay. Yeah, that's again and similar. Unsafe in Thekadi. Yeah. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴും I don't blame my parents for being so worried and Yeah. അവിടെ പോണ്ടെന്ന് പറയുന്നതിൽ. Like 7 മണിയാകുമ്പോൾ I feel so physically unsafe and I hate male. Another plus point of studying in ഒരു women's college is I can't explain that sugam of not having any bad gaze on you. Like you can wear absolutely anything. മനസ്സിലായോ? Like Okay. one Women doesn't do area, that? but you're for sure there's no male gaze, and that's a lot of assurance. Yeah. Oh my I'm god, I sorry, didn't know but- that. No, it's fine. I understand that. മനസ്സിലായോ? Your first level of safety check is done. Okay. ആണുങ്ങളില്ല, so you can wear whatever you want. You're not uncomfortable. Okay, I understand nothing's going to happen കോളേജിൽ, but you feel more comfortable. Oh, I didn't know that. ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ മെയിൽ ഗേസ് എന്ന് പറഞ്ഞ സാധനം പ്യുവർലി ജെൻഡർ വൈസ് അല്ല. ഈവൻ വിമൻ ക്യാൻ ഹാവ് ദാറ്റ്. But that gaze is it doesn't threaten your safety Right. most of the time. Yeah. Okay. മനസ്സിലായോ? It basically comes out of jealousy or അല്ലെങ്കിൽ അങ്ങനത്തെ Yeah. എന്തെങ്കിലും ആവാം. Intimidated ആവുന്ന Yeah, it സമയത്ത് never threatens the safety. But when male gaze ആണെങ്കിൽ you don't പറഞ്ഞോണ്ട് താഴെ പോയത് You having Safety. to Male gaze. മെയിൽ ഗേസ്. യെസ്. Can I say something though? Yes. ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈക്ക് ഈ പറഞ്ഞ പയ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പയ്യന്മാർ ഈ തുറിച്ചു നോക്കുന്നതായാലും അല്ലെങ്കിൽ ഈ റേപ്പ് ജോക്സ് ആയാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സെക്സിസ്റ്റ് റിമാർക്സ് ആയാലും സ്ലട്ട് ഷെയ്മിങ് ആയാലും ഒരു പോയിന്റിലും ബോയ്സിനോട് ആരോടും ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇല്ല. സ്വന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു പ്രായം കഴിയുമ്പോൾ ഈ പെമ്പിള്ളാർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ വന്നിട്ട് എംപവറിങ് എന്നുള്ള രീതിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കും. None of the boys are told it's wrong.
I've never been told it's mostly wrong. if there are like it's not like പെണ്ണുങ്ങൾ പോയി തപ്പിപ്പിടിച്ച് എംപവർഡാവുന്നതല്ല. They are more because of their current position in society, they are more exposed or they are more welcoming of ഇങ്ങനത്തെ empowerment. Yeah. But men, they like to sit in that position of power, so they don't really call out for അങ്ങനത്തെ ഒരു empowerment. എങ്ങനെയെങ്കിലും വന്ന് അടിച്ചാൽ അടിച്ചു. You understand? അപ്പോഴും ഈ പഠിപ്പിക്കുന്ന എല്ലാം പെമ്പിള്ളേരാണ്. പെമ്പിള്ളേർ ഇങ്ങനെ ആയിരിക്കണം, പെമ്പിള്ളേർ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം, ബോൾഡ് ആവണം, നോ എന്ന് പറയണം. ചെറുക്കന്മാരുടെ ആരും പറഞ്ഞില്ല ഇതൊക്കെ തെറ്റാണെന്ന്. വൈ Our are people doing education it? system, everything has always been in favor of male dominance. Hi guys, so we are back. Atheism. Yeah, so I don't believe in God, or do I? Yeah, I'm an atheist. Since when? Why? The greatest influence that happened is my brother. So I was a lot of personal things. Okay, ചെറുതായിരുന്നപ്പോൾ I was ഭയങ്കര believer. I used to പ്രാർത്ഥിക്, ഞാൻ ഭജനയൊക്കെ ചൊല്ലുമായിരുന്നു. I still know മറ്റേ ശുക്ലാം ഭരതരം വിഷ്ണം ശശിവർണം that by heart. But yeah, eventually, especially being a science student, I was exposed to a lot of science, Charles Darwin things. Makes sense. Plus, what bothers me most when it comes to atheism and science is science teachers. Okay, they're in class teaching anatomy of frog. എല്ലാം സയൻസ് ഇങ്ങനെ പറഞ്ഞ് they end up saying എത്ര മനോഹരമായ ലോകമാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. കാണൂ, ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് അപ്പൊ ആൾക്കാരത്ത് പറയുമ്പോൾ അവർ പറയും പ്രൂവേ ദൈവം ഇല്ലാന്ന്. It makes no sense. First, you need to prove that something is there in order for somebody else to prove that it's not there. That's how it works. So yeah, but I am open to things. One day you give me scientific explanation for God existing, I will believe it. It's not like illa. I am a person who is very open to change if provided you give me some sort of scientific backing or evidence. An unknown force controls the whole universe. Our idea I believe in energy and positivity and things like that, because that's very much part of my nature of work. The holistic approach. Yeah, like just like we say, you can eat all the good food in the world, you can do all the exercise, but if your mind is not in the right place, you'll probably never become healthy. And if you're not a very nice person, if you don't give off positive energy, or if you don't have good intentions, it might not work. So being good and being a nice person, for me, it's nothing related to religion. And every religious person, every bad person that I know in my life, they're very religious. So I've never found that connection. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണല്ലോ. Really? I don't know why you're so confused. I mean, look at our country. Yeah. Okay. Yeah, okay. കിട്ടി. ആളെ കിട്ടി. Example like. Are we not supposed to say it out loud? Do you mind that being No, the I video? don't. Okay. I wanted to ask you something like about it's kind of personal. As kind of content wise, why did your brother choose his own surname, Gautam Surya? He didn't choose his own surname. അച്ഛൻ്റെ പേരിൽ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. It was not a very intentional thing, പക്ഷെ അച്ഛനമ്മ wanted to make sure നമ്മുടെ പേര് is like our own name and did not have their initials and have നമ്മുടെ own identity. Okay. Yeah, that's all. Wow. Plus their names were pretty long and it didn't look nice with Gautam Manjunath. Gautam Surya looked better. Yeah. They went all out. They were just creative with it. That's all. But I'm really glad that our intention അല്ലെങ്കിൽ പോലും it. Yeah. I wanted to do that. പക്ഷെ എന്റെ പേര് വേറെ ആൾക്കാർക്കുള്ളതുകൊണ്ട് I can't do that. No, see, അതിന്റെ തിങ് ഐ മീൻ ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റ് സർനെയിമിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാകുന്നതിന് മുമ്പ് ഐ യൂസ് ടു ബി റിയലി പ്രൗഡ് ഓഫ് മൈ നെയിം, നോട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് എ നായർ വാല്യൂ ടു ഇറ്റ്, അതുകൊണ്ടല്ല, പേര് യുണീക്ക് ആണെന്നുള്ളത്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള യൂസർ ഐ ഡി ആയാലും ഇറ്റ്സ് ജസ്റ്റ് മൈ നെയിം, കുത്തില്ല കോമയില്ല, ഇറ്റ്സ് ഗ്രേറ്റ്. അതുകൊണ്ട് ഞാനത് വെച്ചിരുന്നു. ബട്ട് ദെൻ അഗൈൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് മനസ്സിലായ സമയത്ത് ഐ ചേഞ്ച് ഇറ്റ്. പക്ഷെ ഐ റിയലി വാണ്ടഡ് ടു ബി ജസ്റ്റ് ആര്യൻ, ലൈക്ക് കുത്തും കോമയൊന്നുമില്ല, വെറും ആര്യൻ മാത്രം. ഈ ചാവി എന്ന് പറഞ്ഞിട്ട് ഫുട്ബോളറുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഇറ്റ്സ് ജസ്റ്റ് ചാവി, XAVI, അത്രേ ഉള്ളൂ. അതേപോലെ കിട്ടുന്ന സ്പാനിഷ്. This is the only stereotypical guy thing that I have. I know sports. ബാക്കി stereotypical ആയ guy things ഒന്നും എനിക്കില്ല. I പറഞ്ഞാൽ I don't know about mobile phones, I don't know about cars, I don't know about bikes. I don't know, it's kind of naked.
shouldn't I know something? No. The whole point of what you just said. See, അല്ല വണ്ടി വഴിയിലായാൽ എന്തായിരിക്കും പ്രശ്നം നോക്കാനെങ്കിലും അറിയാം. Basic That has things something to do with gender, that's just right? like cooking. Everybody should ideally know cooking. Yeah. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈക്ക് see when you are going out with a guy Somebody should know at yeah. least. അതല്ലേ But that and can be while we are living in this ആണായതുകൊണ്ട് society അറിയണം എന്നുള്ള ഒരു ഇത് വായിക്കാം. നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ isn't it expected of me to know these things? That is what we are also trying to make. We are expected by the society to know cooking. Don't you think your statement in itself is contradictory? Yeah, I know. Contradiction. പക്ഷെ നമ്മൾ രണ്ടും കൂടെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് I വഴിയിലായെന്ന് understand വിചാരിച്ചു. your plight, but മനസ്സിലായി. the sad fact is fundamentally because of our വളരുന്നത് കാരണം the first reaction that we have towards generally ഇപ്പോൾ ഒരാണ് വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണിന് ജോലി, the first immediate thing that comes നമ്മൾ അറിയാതെ പോലും വരുന്ന reaction is something that goes with the society. But what matters is not your immediate reaction. What matters is how you deal with that immediate reaction. അതെ. ഇപ്പൊ തന്നെ ഒരാണ് ക്ലീൻ ചെയ്യുന്ന കണ്ടാലോ അല്ലെങ്കിൽ വീട്ടു ജോലി എടുക്കുന്നത് പെണ്ണ് ചുമ്മാ ഇരിക്കുന്ന കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ഇത് കാരണം ഫസ്റ്റ് തോട്ട് മനസ്സിലായോ, എത്രയൊക്കെ ഫോർവേഡ് ആണെങ്കിലും ഇറ്റ് ജസ്റ്റ് കംസ്. You shouldn't bash yourself up for അങ്ങനത്തെ ഒരു തോട്ട് വന്നതിന്. You substantiate or you understand why you had that and then change. True. മനസ്സിലായോ? അപ്പോൾ that first thought doesn't really define who you are. That's just the societal build up, or it's the person that the society has molded you into. That's something I have understood. Wow. That kind of solved a lot of things in my life. Like അല്ലെങ്കിൽ we'll constantly be in conflict with ourselves. ഞാൻ എന്തിനാ അങ്ങനെ ആലോചിച്ചു, ഞാൻ വലിയ പ്രോഗ്രസീവ് ആളല്ലേ, മനസ്സിലായോ? ആലോചിക്കുന്നതല്ലോ നമ്മൾ ആക്ട് ചെയ്യുന്നതാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. ആലോചിക്കുന്നത് കണ്ടീഷൻ. No, generally I'm talking about what goes inside your head and how you react to it. പക്ഷെ ഞാൻ ഈ moment വരെ till you said this, I always thought that because I'm thinking like that, that's what You're not what you think, you're what you act. That is how I we've know, been built up to think. That's just the way the society has built Quoting The Dark Knight, it is not who you are underneath but what you do defines you. Yeah. The conclusion is it doesn't matter what your immediate thoughts are, that doesn't really define you. If you're able to sit with your thoughts and be able to change your thoughts and make it into something better to humankind, then that's who you are. You better write this down, all of you. ഇനി ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രമുള്ളതല്ല എന്നുള്ളത് മലയാളത്തിലായിട്ട് വേണം. Do you want to sit here? No, it's fine. I don't want to take your spotlight. It doesn't matter. Hitchhiking with പുറകിൽ ആര്യൻ ഗസ്റ്റ് now. It doesn't matter. See, the thing is, ആ ലൈവിനകത്ത് സൂപ്പർ വുമൺ പറഞ്ഞതുപോലെ when you're talking about feminism, guys talking about feminism is good, but you are not supposed to take the spotlight from the women. Yeah, Be an ally. Correct. Like sitting in the back seat. But then the problem is when we start talking about feminism, we turn out to be women who are angry and want to find problems in everything, and we become fake feminists. I just got called that yesterday. Really? Yes, a fake feminist. What does that even mean? No. Pasido. Yeah, so ഒരിക്കലും ഒരു ഗായ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ ഇത് രോക്ഷ കൊള്ളുന്നേ? ആ ഒരു പോസ്റ്റിന് റിപ്ലൈ ആയിരുന്നു ഞാൻ വലിയ പോസ്റ്റ്. കൃഷ്ണയും ഞാനും കൂടെ we made a post and she shared angry feminism. Kavadiyar is beautiful. I know, right? This is not a promotion for Kavadiyar. No, this is a promotion for her. Speaking of promotion, we have to talk about the joke that Umaniji said in her video, saying this is not a sponsored video, but we do have a lot of ads. Thanks to my mommy neighbor who If you don't know what she Did meant, you come up with that then? You come up with your somebody own passed jokes? that comment ad on them, so it just Okay. that was hilarious. I was just, oh my god. Do you write your own jokes? no, it just pops inside my head. No, like do you? I mean, script എഴുതാൻ ആളുണ്ടോ അതോ like No. ഹാൻഡായിട്ട് വരുന്നതാണോ? It comes. I think my brother നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൈലന്റ് ടൈപ്പാണ്, and I always had to, balance it out by being that ഓവറായിട്ട് സംസാരിക്കുന്ന person. Okay. So Amazing. അതിൽ നിന്ന് വന്ന ഒരു way of dealing with it ആണ്. I have squint eyes. അത് ഇത് നോക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ. Everybody has കുറച്ചൊരു squint. ചില ഫോട്ടോസിലൊക്കെ it comes. What is that? പോങ്ങൺ. Okay. സ്ക്വിന്റ് ഒന്നും പറഞ്ഞ് അറിഞ്ഞല്ലോ. പോങ്ങൺ. Pongan. Yeah. We were actually talking about atheism. And then നമ്മുടെ ഇവിടെ
ഞാൻ പറഞ്ഞു എന്നെ പറ്റി happens a lot. സംസാരിക്കരുത്. It's okay. That's okay. What are you? I know, like, പോട്ടെ അറിഞ്ഞോളൂ I ഇതുവരെ. saw your story in so I know her stand. I don't know Yeah. what. അപ്പൊ what? Atheism, religion. ഓക്കെ അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഐ 10 minute ലൈക്ക് കഴിഞ്ഞേ. Just letting you know. aw. കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ ഐ ലൈക്ക് ദി ഐഡിയ ഓഫ് റിലീജിയൻ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഗിവ്സ് യു സ്റ്റോറീസ് ഫോർ യുവർ ഇമാജിനേഷൻ. അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഇറ്റ് ഇൻഫ്ലുവൻസസ് പീപ്പിൾ. ആൾക്കാരുടെ ഇന്ന വഴിയിൽ നടക്കണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? എനിക്ക് sign off ചെയ്യണം. ചെയ്തു. Can I sit in front and sign off? Okay. Wait. Hello guys. Oh my god, it feels like another world here. I know, right? Belt ഇടണമെന്ന് പറയുന്നത്. But guys, belt ഇടണം. ഇടണം. She's going to Sorry guys. കൈ പിടിച്ച് പറഞ്ഞോ. Okay, so it's time to sign off. And എല്ലാരെയും കാണൂല. So basically, it's time to say bye. And I'm so honored to sit here and be able to talk about things that needs to be talked about. And you know, being part of this whole thing is very, very honoring for me. Yeah, so it's a great privilege being part of this, and I really hope they invite or they have amazing people over to talk about things. Adillengilum they can talk about the stuff that needs to be talked about. Will you come again? I will definitely come again, guys. ഞാൻ വിളിക്കാൻ കാത്തിരിക്കല്ലേ. That's what we wanted. So because I don't do collaborations, and I love collaborations. I love talking about things. I love talking in general. Now you know. Now you know I'm t-shirt fans already. Yes. So feel free. No, don't feel free. Do subscribe. Yeah. Do share. Yes. I always get the order wrong. It's okay. Doesn't matter. I'm Doesn't- not meant to doesn't- be a YouTuber. Like, share, comment and subscribe. Like, share, comment, subscribe, and bell icon is somewhere here. Sorry. And drive nicely, guys. And it's a really nice weather. ഞാൻ നിർത്തുന്നില്ല കണ്ടോ. It's okay. You can okay. keep going. The weather is nice. She drives really nice. Oh my god. You have a good They're day. very welcoming, guys. You should come as guests if they invite, obviously. If you all want to be part of this video, Yeah. please do mention the comments. If you below. have things to talk about, if you have experiences to share, Yes. if you have anything that you want to say that has empowered you or that you think will empower people, feel free to message them so you can be part of this. And being able to share my personal stories is always great. Thank you, Aryan, for being supportive and for bashing patriarchy with me, with us, with all of us. I കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. Yes, I sorry. thanked Aryan for helping women break patriarchy. Yes, Aryan, you are the best. And I'm all right. Oh. I'm No, not going really, I'm to super compliment you ആണ്. again. yeah, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വിജയ വർഷൻ That's a great name. അതാണ് കൺഫ്യൂഷൻ ആയതാ. Okay, and she has amazing content. So it would be great to have her post come on your feed. So that means you have to follow her. Oh my god. I'm gonna cry for 2 weeks Yeah. straight. Okay, Bye, guys, bye, this bye. is Pattam. This is Koronganam. And I think it's time to say bye. Bye. Bye.